കുപ്പിയുടെ ചെറിയ അടപ്പുകളുണ്ടല്ലോ, അത് വെച്ചിട്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് മീൻ ഫസ്റ്റ് തന്നെ കുറച്ച് വെള്ളത്തിനകത്ത് പരലുപ്പ് ഇട്ട് കുറച്ച് വിനിഗർ ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂറോളം ഇതേപോലെ ഒന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് ചെതമ്പൽ ഒരുപാട് അതിനകത്ത് ഇളക്കി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് മൂടി വെച്ച് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ ആദ്യം കുറച്ച് പരലുപ്പും അതേപോലെ മീൻ എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ച്, ഇപ്പോൾ കുറച്ച് മീനെ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനിഗർ ഒഴിച്ചിട്ട് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ അരമണിക്കൂർ കഴിയുമ്പോഴത്തേനും ചെതമ്പലൊക്കെ നല്ല രീതിയിൽ ഇളക്കി കിട്ടും കേട്ടോ. നമ്മൾ കൈ വെച്ച് ഇങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ ചെതമ്പലൊക്കെ ഇളക്കി കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ മൂടി വെച്ചിട്ട് മത്തി നല്ല രീതിയിൽ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും. മത്തി നല്ലവരുടെ കൈ കൊടുത്താൽ പോലും അവർ ഇതേപോലെ ചിതമ്പൽ കളഞ്ഞെടുക്കും. അതേപോലെ നെയ്മത്തിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കത്തി വെച്ചൊക്കെ നമ്മൾ മുറിച്ചിട്ട് ഇതേപോലെ ചിതമ്പൽ കളയുമ്പോഴത്തേനും നെയ്മത്തിയായിട്ട് പെട്ടെന്ന് അത് ആ മുകൾ ഭാഗമൊക്കെ ഉലിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള മീനുകൾക്കൊക്കെ ഇതേപോലെ മൂടി വെച്ചിട്ട് നമ്മൾ ചിതമ്പൽ കളയുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചിതമ്പൽ കളഞ്ഞെടുക്കാം. അപ്പോൾ അതിൻ്റെ ആ തൊലിയൊന്നും പോകാതെ തന്നെ മീൻ നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് അതേപോലെ തന്നെ ഇരിക്കും കേട്ടോ. നമ്മൾ മേടിച്ചെങ്കിലും ഒരു മൂടി എടുക്കുക, അതിൻ്റെ ആ മധ്യഭാഗത്ത് 2 ഭാഗത്തായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ത്ത് വെച്ചിട്ട് നമ്മൾ ടൈൽസിനകത്ത് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. എന്നിട്ടുണ്ട് ഇതേപോലെ 2 ഭാഗത്തായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോഴത്തേന് നമുക്ക് ഇതേപോലെ ടവൽ, നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ടവലൊക്കെ പെട്ടെന്ന് എടുക്കണമെങ്കിൽ ഇതേപോലെ ഒന്ന് കൊടുത്താൽ നമുക്ക് കൈയൊക്കെ തുടയ്ക്കുന്നതിനാണെങ്കിലും പാത്രം എന്തെങ്കിലുമൊക്കെ തുടയ്ക്കുന്നതിനൊക്കെ ആണെങ്കിലും നമുക്ക് ഇതേപോലെ ടവൽ വെച്ച് കൊടുക്കണമെങ്കിൽ നല്ല ഇതായിട്ട് കിടക്കും കേട്ടോ. ഉണ്ടോ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പി നടക്കണ്ട, ഇതേപോലെ ചെയ്തിടാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ആവശ്യമുള്ള സാധനങ്ങൾക്ക് അതിനകത്ത് ചരട് ഉണ്ടെങ്കിൽ തൂക്കിയിടാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. ഇനിയിപ്പം അടുത്തത് കാണിക്കാം. അപ്പോൾ ഇതേപോലെ മൂടിക്കകത്ത് തന്നെ ഡബിൾ ടേപ്പ് ഒട്ടിച്ചിട്ട് നമ്മുടെ റൂമിൻ്റെ കതകോ അടുക്കളയിലെ കതകൊക്കെ കാറ്റ് തടഞ്ഞു പോകാറുണ്ടല്ലേ, അപ്പോൾ അത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ കുട്ടികളൊക്കെ കയറിയിട്ട് കഥ അടച്ച് കളിക്കും, കഥ കുറ്റിയിട്ട് കളയും, റൂമിലൊക്കെ കയറിയിട്ട് കഥ കുറ്റിയിട്ടൊക്കെ കളയും. അപ്പോൾ അങ്ങനെ കഥ അടച്ച് കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി. ഒന്ന് അടിച്ചിട്ട് പാട് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്തും ഇതേപോലെ ഡബിൾ ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം മൂടി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കണ്ടോ, എത്ര കാറ്റത്തടിച്ചാലും നമ്മൾ തുറന്നാലും ഒന്നും പോയി മുട്ടിയിട്ട് ആ ഭിത്തിയിലൊന്നും പാട് വീഴില്ല, ഭിത്തി പൊടിഞ്ഞു പോവില്ല. അപ്പോൾ ഇതേപോലെ ഏത് കഥകിൽ വേണമെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കി ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഇപ്പോൾ കറുത്ത മൂടി വെച്ച് കൊടുത്തോണ്ട് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് കളർ വെച്ച് കൊടുത്തോ. ഇത് കറുപ്പ് വയ്ക്കുന്നതായിരിക്കും ഭംഗി. ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണുന്നതിന് വേണ്ടിയിട്ടാണ് കളർ ആക്കിയത് കണ്ടോ. ഇതേപോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്യാസ് അടുപ്പ് വളരെ ഈസി ആയിട്ട് തന്നെ നീക്കി ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ പാടുണ്ട്, ചില മിക്സികൾ അങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കാൻ ക്ലീൻ ചെയ്യാനൊക്കെ പാടായിരിക്കും. ഇപ്പോൾ ഇതേപോലെ തന്നെ മൂടി തിരിച്ചോ അതല്ലെങ്കിൽ ഈ രീതിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 രീതിയിൽ വേണമെങ്കിലും വെച്ച് കൊടുക്കാം അടപ്പ്. എന്നിട്ട് നമുക്ക് ഇതുകൊണ്ട് 4 ഭാഗത്തും ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ മിക്സി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി ക്ലീൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും ചെയ്യാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ കിച്ചണിൽ നമ്മൾ ഇതേപോലെ കണ്ടോ ഡബിൾ ടേപ്പിനകത്ത് മൂടി ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിലും നമുക്ക് ഇതിനകത്ത് ഇങ്ങനത്തേക്കുള്ള ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും കേട്ടോ. കണ്ടോ, ചരടുണ്ടെങ്കിൽ നമുക്ക് എന്തും ഇതേപോലെ ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും. നമുക്ക് പെട്ടെന്ന് തിരക്കി നടക്കണ്ട, ഏതെങ്കിലും ഒരു സൈഡിൽ ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. നമുക്ക് ഇതേപോലെ പെട്ടെന്ന് എടുക്കുകയും അതേപോലെ തൂക്കിയിടുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ ചോർപ്പ് എണ്ണയൊക്കെ കഴിക്കുന്ന ചോർപ്പൊക്കെ ആണെങ്കിലും ഇതേപോലെ ഇടാം.